വയനാട്ടിൽ സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന 2 വീടുകളിൽ വിള്ളലുകൾ കണ്ടെത്തി. ആദ്യഘട്ടത്തിൽ കൈമാറിയ ഫേസ് 1-ൽപ്പെട്ട വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. എന്നാൽ സംഭവത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് ഊരാളുങ്കൽ അധികൃതരുടെ വിശദീകരണം. വീട് വാസയോഗ്യമാക്കാൻ വേണ്ടി ധാരാളം ടെസ്റ്റുകൾ നടത്താറുണ്ടെന്നും അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ഊരാളുങ്കൽ അറിയിച്ചു. മഴ പെയ്തിട്ട് അവിടെ മേലെ ആ സ്ലാവിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ ലീക്ക് ഉണ്ടായിരുന്നു. പൊട്ടിയത് തന്നെ നിങ്ങൾക്ക് കാണാം. സെൻറ്ററിൽ കൂടെ ആ വെള്ളത്തിൻ്റെ കിനിവ്, പ്ലാസ്റ്റർ പൊട്ടിയതൊന്നുമല്ല, അത് സ്ലാവിൻ്റെ പൊട്ടാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റർ ആണെച്ചാൽ വെള്ളത്തിൻ്റെ കിനിവ് വരില്ല. മാർച്ച് 1 ഉദ്ഘാടനം ചെയ്ത ആദ്യഘട്ട വീടുകൾ വിഷുവിന് മുമ്പ് വാസയോഗ്യമാക്കുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പിനെ തുടർന്ന് പ്രതീക്ഷയിലായിരുന്നു ദുരന്തബാധിതർ. എന്നാൽ സമയമായിട്ടും വാസയോഗ്യമായില്ല. മിക്ക വീടുകളുടെയും നിർമ്മാണങ്ങൾ ഇനിയും പൂർത്തിയായിട്ടുമില്ല. ഇതിനിടയിലാണ് 1-ാം സോണിലെ 2 വീടുകളിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. എഞ്ചിനീയർക്ക് ഞാൻ പറഞ്ഞപ്പോൾ അവർ പിന്നെ വാതിൽ പൂട്ടിയിട്ട് ബാക്കിയുള്ള വീടുകളൊക്കെ തുറന്നിട്ടിട്ട് ഈ വീട് മാത്രം പൂട്ടിയിട്ടിട്ട് പോയി. അപ്പോഴാണെന്നൊന്നും തുറന്നു തന്നത്. ഒരാശങ്കയുണ്ട്, തീർച്ചയായിട്ടും 100% ഒരു ആശങ്ക തന്നെ. എന്നാൽ ഇപ്പോൾ സംഭവിച്ചതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വീടുകളുടെ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി വിവിധ ടെസ്റ്റുകൾ നടത്താറുണ്ടെന്നും അതിൽ ഇത്തരം ക്രാക്കുകൾ കാണാറുണ്ടെന്നും വീട് സന്ദർശിച്ച ശേഷം ഊരാളുങ്കൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു പറഞ്ഞു. ഈ ഗ്രൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാപ്പുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് മേളിൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു പോണ്ടിങ് ടെസ്റ്റ് നടത്തും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് ഈ ക്രാക്കിനകത്തൂടെ വെള്ളം വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഡാമ്പിനെസ് ഉണ്ടോ എന്നുള്ള കാര്യം. ടൗൺഷിപ്പിലെ 178 വീടുകൾക്ക് വേണ്ട കേന്ദ്രീകൃത സംവിധാനങ്ങളുടെ പണി പൂർത്തിയായെന്നും മെയ് 20 മുമ്പ് തന്നെ പൂർണ്ണമായും ആളുകളെ താമസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 വയനാട്.